ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജ്യോതിയാണ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു മീനിൻ്റെ തലക്കറിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ണിൻ്റെ വലിപ്പം കണ്ടില്ല നിങ്ങൾ? അപ്പോൾ വലിയ തലയാണ് കേട്ടോ, 3 കിലോ വലിപ്പമുള്ള തലയാണ്. പിന്നെ അതിലേക്ക് വലിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ തക്കാളി 2 എണ്ണം, ഒന്ന് ചെറുതെടുത്ത് ഒന്ന് വലുതും, പിന്നെ ഉലുവയും കുടംപുളി 4 കഷ്ണം, പിന്നെ വെളിച്ചെണ്ണ നമ്മൾ ചട്ടി ചൂടായിട്ട് അതിലേക്ക് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ തന്നെ കേട്ടോ ഷൂട്ട് ചെയ്യണതും എടുക്കുന്നതൊക്കെ. അതാണ് ഇങ്ങനെ ഇളകി കളിക്കുന്നത് വല്ലാണ്ട്. നമുക്ക് പരീക്ഷ ആയതുകൊണ്ട് മോളെ വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്വന്തം ചെയ്തത്. ഉലുവട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒരു മൂത്ത് വരുമ്പോൾ നമ്മൾ വലിയ ഉള്ളി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു കളറ് മാറണം കേട്ടോ ഉലുവ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇങ്ങനത്തെ കളറായി കിട്ടുമ്പോൾ വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇത് 25 കിലോ വലിപ്പമുള്ള മീനാണെന്ന് കേട്ടോ പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, അതിൻ്റെ തല 3 കിലോ എന്നാണ് പറഞ്ഞത്. അത്ര ഉണ്ടാവുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. നന്നായിട്ട് വഴറ്റുക കേട്ടോ, ഒത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ട് വഴറ്റുക. ഇപ്പം ഞാൻ ഇത്ര വലിയ തല ആദ്യമായിട്ടാട്ടോ വയ്ക്കണം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇടുക. തലക്കറി വെക്കലുണ്ട്, പക്ഷെ 1-1.5 കിലോ ഒക്കെ വെക്കലുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട ശേഷം നല്ല വഴറ്റട്ടോ. എന്നിട്ട് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഞാൻ പറഞ്ഞില്ല, ഒരു വലിയ തക്കാളി പിന്നെ ഒരു കുഞ്ഞി തക്കാളി എടുത്തു. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ വഴറ്റി വന്നതാണ് കണ്ടില്ല, ഇങ്ങനെയാവും. നല്ലൊരു ചന്തമുള്ള വാരി ആവും, കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് തോനെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തല എത്ര വലിപ്പം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് എടുക്കണ്ടേ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ. എന്നിട്ടത് നന്നായി വഴറ്റുക. അത് വലിയൊരു ചട്ടി കേട്ടോ, ഇവിടെ ഉള്ളതിലേക്ക് വെച്ച് വലിയൊരു ചട്ടി എടുത്താണ്. എന്നിട്ട് കണ്ടില്ലേ, മൂത്ത് വരുമ്പോൾ കുറച്ച് വെള്ളം, ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്ത്, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുടംപുളി ഇട്ട് കൊടുക്കണം കേട്ടോ. കുടംപുളി ഒരു 4 കഷ്ണം നന്നായിട്ട് കഴുകിയിട്ട് അതിട്ട് കൊടുക്കുക. എന്നിട്ട് തിള വരുമ്പോൾ നന്നായിട്ട് തിളയ്ക്കണം. വേണമെങ്കിൽ മൂടി വയ്ക്കാം, ഞാനങ്ങനെ മൂടി വെച്ചിട്ടൊന്നുമില്ല. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അപ്പം എൻ്റെ കറി ഏകദേശം റെഡി ആയിട്ടോ. തിളച്ച് കുറച്ച് വറ്റി വന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക.